ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സൻസ് എങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൽ ഡോളർ വന്നത് എങ്ങനെ കാണാം, അതുപോലെ തന്നെ US ടാക്സ് പിടിച്ചത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ച് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതുമായി ഡൗട്ടായിട്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ ചാനൽ മോണിറ്റൈസ് ആയി ഗൂഗിൾ ആഡ്സൻസ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അതിൽ പൈസ വന്നിട്ടുണ്ടോ, $100 തേഞ്ഞിട്ടുണ്ടോ, ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൽ പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊന്നും എനിക്ക് അറിയില്ല. കാരണം എനിക്ക് ആഡ്സൻസ് ഓപ്പൺ ചെയ്യാൻ തന്നെ അറിയില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. പലവരും ചോദിക്കാറുണ്ട്, ആഡ്സൻസ് മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെക്കണോ, ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണോ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് തന്നെ ഈ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചാനലിലെ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബർ, 4000 പബ്ലിക് വാച്ച് അവർ, അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബർ, 10 ലക്ഷം വ്യൂസ്, 10 മില്യൺ വ്യൂസ്, 90 ഡേയ്സിന്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയാലും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. എന്നിട്ട് അപ്ലൈ ചെയ്യാൻ 3 പേജ് വരും. ഈ 3 പേജിൽ, അതായത് 1, 2, 3 അങ്ങനെ 3 സ്റ്റെപ്പാണ് വരിക. അതിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് ആഡ്സൻസ്. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ആ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഡൺ ആവാൻ ഒരു 2 ദിവസത്തിനുള്ളിൽ ഡൺ ആവും. 2 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിലൊക്കെ ചില പ്രത്യേക കാരണവശാൽ എടുക്കാറുണ്ട്. അപ്പൊ അത് 2 ദിവസം കൊണ്ട് തന്നെ എല്ലാവരുടെയും ഇതുവരെ ഡൺ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവർ തന്നെ പറയും 1 വീക്ക് ഒക്കെ ടൈം എടുക്കും എന്നൊക്കെ പറയും. അതിന്റെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഡൺ ആവും. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആയ ശേഷം പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസിലേക്ക് പോകും. അത് നമ്മുടെ ചാനൽ നോക്കി കാണുകയാണ്. യൂട്യൂബ് എത്തരത്തിൽ വാച്ച് അവർ വന്നു, എങ്ങനെയാണ് ചാനൽ എന്നുള്ളതൊക്കെ നോക്കി കാണുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ആഡ്സൻസ്. ഈ ആഡ്സൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 18 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം. ഓക്കെ, ആഡ്സൻസ് ആരുടെ പേരിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഇമെയിൽ ID ഡേറ്റ് ഓഫ് ബർത്ത് 18 വയസ്സിന് എബോ ഉള്ള ആളുടെ ആയിരിക്കണം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നും അറിയാണ്ട് അവർ ഒരുപാട് പേര് ഇത്തരത്തിൽ ഒരുപാട് കുടുക്കം സംഭവിച്ചിട്ടുണ്ട്. ആഡ്സൻസ് ഡിലീറ്റ് ആയി പോകുന്നു, ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ ആവുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ 18 വയസ്സ് മുകളിലുള്ള ആളുടെ ആയിരിക്കണം ആഡ്സൻസ് ഉണ്ടാവേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും കുട്ടികളുടെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതാണ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആ പേരൻസിന്റെ ആയിരിക്കണം. ഓക്കെ, ഏത് ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കുക. പിന്നെ ചാനൽ അടങ്ങിയിട്ടുള്ള ഇമെയിൽ ID തന്നെ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഏത് ഇമെയിൽ ID വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ചാനലിലുള്ള ഇമെയിൽ ID തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഇമെയിൽ ID നിങ്ങൾക്ക് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല. വേറൊരു ചാനൽ, തുടക്കത്തിൽ ഒരു ചാനലുണ്ട്, അതിന് ആഡ്സൻസ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ആഡ്സൻസിന്റെ അക്കൗണ്ടുമായി സെക്കൻഡ് ചാനലിൽ എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ID വെരിഫിക്കേഷൻ, ടാക്സ് ഇൻഫർമേഷൻ, പിൻ നമ്പർ വെരിഫിക്കേഷൻ അങ്ങനെയുള്ള ഒറ്റ കാര്യമില്ല. ബാങ്ക് ഡീറ്റെയിൽ ഏതാണോ അതിൽ കൊടുത്ത് അതിൽ തന്നെ 2 അക്കൗണ്ടിന്റെ കൂടി പേയ്മെന്റ് വരുമെന്നുള്ളതാണ്. ഓക്കെ, അതും വേണമെങ്കിൽ ചെയ്യാം. അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതെല്ലാം ഓരോ ഡൗട്ടുകൾ നമ്മുടെ ഫാമിലി ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ആഡ്സൻസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അതിനായി ഞാൻ ഇവിടെ എന്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഇത് മൊബൈലിലെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ നിങ്ങളുടെ ഇമെയിൽ ID ഏതാണോ ചാനലിലുള്ളത് അത് ഓപ്പൺ ആകുന്നു, അതിന്റെ ക്രോം ബ്രൗസറിൽ പോകുന്നു. ഇനി ഞാൻ പറയുന്ന പോലെ അതിൽ ചെയ്താൽ മതി, പെട്ടെന്ന് ഓപ്പൺ ആവും. ഇത് കൂടുതൽ ഫാമിലി മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് മൊബൈലിൽ കാണിച്ചു തരുന്നത്. ഈ സെർച്ച് ബാർ, ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഈ സെർച്ച് ബാറിൽ എന്ത് ചെയ്യണം, ഗൂഗിൾ ആഡ്സൻസ്, ഇവിടെ ഞാൻ ഇവിടെ കണ്ടോ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ ആഡ്സൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇവിടെ കണ്ടോ ഗൂഗിൾ ആഡ്സൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ കണ്ടോ, ബ്ലൂ അല്ല, ഒരു വയലറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത്തരം ഗൂഗിൾ ആഡ്സൻസ് എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പേജ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഈ പേജ് പുതുതായിട്ട് ഇപ്പോൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ തുറക്കുകയാണെങ്കിലും ഈ പേജാ വരിക. നല്ല ചന്തമുണ്ട് ഈ പേജ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മൊബൈലിലുള്ളവരാണെങ്കിൽ ഈ ഒരു 3 ലൈൻ ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഏറ്റവും താഴെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്ഥാനത്ത് ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു പേജ് വന്നാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ തന്നെ മുകളിൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സൈൻ ഇൻ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ സൈൻ അപ്പ് അല്ല, ഏറ്റവും താഴെ സൈൻ ഇൻ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആഡ്സൻസ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പൊ ആഡ്സൻസ് ഓപ്പൺ ആണെങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ, ആദ്യം നിങ്ങൾ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആയി നിങ്ങൾക്ക് ആഡ്സൻസ് ഉണ്ടായിരിക്കണം. എന്നിരുന്നാലും ആഡ്സൻസ് ഓപ്പൺ ആവുള്ളൂ. മെയിൽ ID, അതായത് വേറെ വല്ല മെയിൽ ID ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ മെയിൽ ID മെയിൽ ID ഐക്കൺ തന്നെ ആയിരിക്കണം ഈ മുകളിൽ. ഇവിടെ കണ്ടോ എന്റെ ഏറ്റവും മുകളിൽ എന്റെ ഐക്കണാണ്. ഇത് എന്റെ ചാനലിന്റെ എന്താണ് ആഡ്സൻസ് ആണ്. അപ്പൊ ഈ ഐക്കൺ
കറക്റ്റ് ആയിരിക്കണം. ആ ഒരു ആഡ്സൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉള്ള ആ ഐക്കൺ ആണോ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചാനൽ വേറൊരു ഇമെയിൽ ഐ ഡി തുടങ്ങി ആഡ്സൻസ് വേറൊരു ഇമെയിൽ ഐ ഡിയിലാണെങ്കിൽ നിങ്ങൾ ആ ചാനലിന്റെ ഇമെയിൽ ഐ ഡി പോയിട്ട് ആഡ്സൻസ് സെർച്ച് ചെയ്താൽ കിട്ടില്ല. ആഡ്സൻസ് ഓപ്പൺ ആക്കാൻ നോക്കിയാൽ കിട്ടില്ല. കാരണം നിങ്ങൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഏതിലാണോ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി ഉള്ളത്, അത് ഏത് ഇമെയിൽ ഐ ഡിയിലാണോ നിങ്ങൾ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്ത് ആ മെയിൽ ഐ ഡിയിൽ വേണം നിങ്ങൾ ഇത്തരത്തിൽ ഗൂഗിൾ ആഡ്സൻസ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ, മൊബൈലിൽ നിങ്ങൾ 2-3 മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഐക്കണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ വരും. കണ്ടോ, ഇവിടെ മെയിൽ ഐ ഡി ഓപ്പൺ ആയി ഓട്ടോമാറ്റിക്, വേറൊരു ചാനലിൽ ഓപ്പൺ ആയി. കണ്ടോ, അതിൽ ആഡ്സൻസ് ഉണ്ടെങ്കിൽ അതിൽ ഇത്തരത്തിൽ ഓപ്പൺ ആവും. കണ്ടോ, അതിൽ ആഡ്സൻസ് ഉണ്ട് 7.4, അതിൽ റവന്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ തന്നെ എടുക്കാം. ഇനിയിപ്പോൾ അവര് മെസ്സേജിന് കമന്റ് എടുക്കുക, എൻ്റെ അനുവാദം ഇല്ലാണ്ട് എൻ്റെ ആഡ്സൻസ് കാണിച്ചു ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട, നമ്മുടെ ഇഷ്ടം പോലെ ആഡ്സൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ തന്നെ ഞാൻ എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് കാരണം ഒരുപാട് പേര് വർക്കൊക്കെ തന്നിട്ട് അവരുടെ ഇൻ പ്രോഗ്രസും ആഡ്സൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ, ടാക്സ് ഇൻഫർമേഷൻ എല്ലാം A to Z ബാങ്കിലോട്ട് പൈസ വരുന്ന വരെയുള്ള എല്ലാ സെറ്റിംഗ്സും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പെയ്ഡ് ആണ്. അപ്പൊ ഇത്തരത്തിൽ പെയ്ഡ് ആണെങ്കിൽ അവർക്ക് ഒരു ടെൻഷൻ ഇല്ല, എല്ലാ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ളത് നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മെയിൽ ഐ ഡി ഇതിൽ ഒരുപാടുണ്ട്. അതുപോലെ ലാപ്ടോപ്പിലും ഉണ്ട് കുറെ, കാരണം മൊബൈലും ലാപ്ടോപ്പും എല്ലാത്തിലും കൂടി ഹാൻഡിൽ ചെയ്യണത്. അപ്പൊ ഇത്തരത്തിൽ ആഡ്സൻസ് ഓപ്പൺ ആയി. ഇവിടെ നമ്മുടെ ഡോളർ കാണുന്നുണ്ടല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ആഡ്സൻസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ 3 ലൈനിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേയ്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പേയ്മെന്റ്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐ ഡി വെരിഫിക്കേഷനോ ഐ ഡി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെക്ക്, ഇവിടെ കണ്ടോ വെരിഫിക്കേഷൻ ചെക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഡി വെരിഫിക്കേഷൻ, ടാക്സ് ഇൻഫർമേഷൻ ആണെങ്കിൽ ഏറ്റവും മുകളിൽ US ടാക്സ് എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ വരും. എററായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡി വെരിഫിക്കേഷൻ ഇവിടെ കണ്ട എന്റെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആണ്. ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട. കംപ്ലീറ്റ് അല്ലെങ്കിൽ പിൻ നമ്പർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്രസ് വെരിഫിക്കേഷൻ എന്നുള്ള ഒരു കോളം ഉണ്ടാവും. 6 നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിൻ നമ്പർ വെരിഫിക്കേഷൻ ആവും. ഈ പിൻ നമ്പർ വെരിഫിക്കേഷൻ ആവണമെങ്കിൽ എന്താണ്, ഒരുപാട് പേര് ഇത് പറയുന്നുണ്ടാവും, മോണിറ്റൈസേഷൻ ആയ ശേഷം ഇനി എപ്പോഴാണ് എന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ടത് എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് നമ്മളോട് വന്ന് ചോദിക്കാറുള്ള കാര്യമാണ്. ബിഗിനർ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊക്കെ അറിയണം. ഒരിക്കലും ഞാൻ നിങ്ങളുടെ സമയം മെനക്കെടുത്തല്ല, അതായത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുകയല്ല, ഇതെല്ലാം അറിയണം. കാരണം ഒരാൾ ചാനലിലോട്ട് വരുമ്പോൾ എന്താണ് യൂട്യൂബ്, എന്താണ് ആഡ്സൻസ്, ഇതിൽ എങ്ങനെയാണ് പൈസ വരുന്നത്, ഇതിൽ എന്തൊക്കെയാണ് നോക്കി കാണേണ്ടത്, ഇങ്ങനെ A to Z കാര്യങ്ങൾ അറിയണം. ഇത് നമുക്ക് ഓരോരുത്തരോടും ഒരു സെപ്പറേറ്റ് പറയാൻ സാധിക്കില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാ ബിഗിനറായിട്ട് വരുന്നവർക്കും ഇതിൽ എല്ലാ കാര്യവും ഡൗട്ട് എല്ലാം ദൂരീകരിച്ച് ഇങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ എന്നുള്ള ബോധ്യം ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഞാൻ അതാണ് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ വെരിഫിക്കേഷൻ ചെക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു ബിഗിനർ ആയിട്ടുള്ള ആള് നോക്കി കാണേണ്ടത് ഇത്തരത്തിൽ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നതിന് ശേഷം ഒരു പേയ്മെന്റ് ഇൻഫോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. പേയ്മെന്റ് ഇൻഫോയിൽ നിങ്ങളുടെ ഡോളർ എത്രയാണോ ആഡ്സൻസിൽ നിങ്ങൾ സമ്പാദിച്ചത്, അതായത് നിങ്ങളുടെ ഡോളർ എത്രയാണോ നിങ്ങൾ യൂട്യൂബിൽ സമ്പാദിച്ചത്, യൂട്യൂബ് IT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഡോളർ കാണാൻ പറ്റും. ആ ഡോളർ നിങ്ങൾക്ക് എല്ലാ മാസവും 10-ാം തീയതി, അതായത് ഇപ്പൊ ജനുവരി മാസം ഒരാൾ ചാനൽ മോണിറ്റൈസേഷൻ ആയി ആഡ്സൻസ് ഓക്കെ ആയാൽ ഈ ജനുവരിയിലത്തെ വരുമാനം ഉണ്ടല്ലോ, ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് നിങ്ങളുടെ ആഡ്സൻസിലോട്ട് അപ്ഡേറ്റ് ആകുക. ജനുവരിയിലുള്ള ഫുള്ള് മാസത്തെ പേയ്മെന്റ് നിങ്ങളുടെ IT സ്റ്റുഡിയോയിൽ അവിടെ തന്നെ കാണിക്കും. 10-ഉം 20-ഉം ഡോളർ ആണെങ്കിൽ അത് IT സ്റ്റുഡിയോയിൽ അങ്ങനെ കാണിക്കും. പക്ഷെ ആഡ്സൻസിൽ കയറിയിട്ടുണ്ടായില്ല. ആഡ്സൻസിൽ കയറുന്നത് ഫെബ്രുവരി 10-ാം തീയതി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ അതിന്റെ അടുത്ത മാസത്തെ 10-ാം തീയതിയാണ് ആഡ്സൻസിൽ ഇവിടെ കണ്ടത് യുവർ ഏണിങ്സ് എന്നുള്ള 00 കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെയാണ് നിങ്ങളുടെ ആഡ്സൻസിന്റെ ഏണിങ്സ് കാണിക്കുക. ഈ ഒരു ഭാഗത്ത് $10 ആയാൽ, ഈ ഒരു 00 എന്നുള്ളവിടെ ഫസ്റ്റത്തെ 0 ഉണ്ട്, ഇവിടെ 10 നിന്ന് നിങ്ങൾക്ക് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ വരാറുണ്ട്, അല്ലെങ്കിൽ 10 എന്ന് എഴുതി കാണിച്ച ശേഷം വരാറുണ്ട് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണിക്കും, യൂട്യൂബിന്റെ ഡാഷ്ബോർഡിൽ കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ട് വരും, ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം പറഞ്ഞിട്ട് മെയിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ ആഡ്സൻസിൽ തന്നെ നിങ്ങൾക്ക് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു എറർ മെസ്സേജ് പോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം. ഈ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തതിന്റെ 4 ആഴ്ച കഴിഞ്ഞിട്ട് 4 ആഴ്ചന്റെ ഉള്ളിലായിട്ടാണ് പിൻ നമ്പർ വീട്ടിലോട്ട് വരിക. ഐ ഡി വെരിഫിക്കേഷൻ എപ്പോൾ സക്സസ് ആകണോ അവിടെ നിങ്ങളുടെ 4 ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പിൻ ലെറ്റർ വരും. ഓക്കെ, അപ്പൊ ഈ ഐ ഡി വെരിഫിക്കേഷൻ 45 ദിവസത്തിനുള്ളിൽ ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും. അപ്പൊ 45 ദിവസം വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഈ എറർ മെസ്സേജ് വന്നാൽ, എന്തൊരു എറർ വന്നാലും പെട്ടെന്ന് സോൾവ് ചെയ്യുക. അതിനുവേണ്ടി സമയകാലതാമസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. എന്തൊരു എറർ വന്നാലും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇത് നിങ്ങൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ് ആയി കഴിഞ്ഞാൽ 4 ആഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പിൻ നമ്പർ വരും.
അപ്പോൾ ഈ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഐ ഡിയുടെ 4 കോർണറും കാണണം, പേര് വ്യക്തമായിരിക്കണം, പേര് ഇതിലുള്ള ആഡ്സൻസിൽ എന്താണോ കൊടുത്തിട്ടുള്ള പേര് അത് തന്നെ ആയിരിക്കണം. പലവരും ചാനൽ നെയിം ഒക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുക, ചാനൽ നെയിം മാറ്റുക, ഐ ഡിയിലുള്ള നെയിം എന്താണോ അത് തന്നെ ആയിരിക്കണം ആഡ്സൻസിന്റെ നെയിം എന്നുള്ളത്. ഓക്കെ, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അതടക്കം ഐ ഡിയിൽ ഉണ്ടോ അതുപോലെ തന്നെ കൊടുക്കണം, എന്നാലേ സക്സസ് ആകുള്ളൂ. ഒക്കെ ഞാൻ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യാറുള്ളൂ. നമുക്ക് ഇത്രയും 4-5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരാളുടെ ഇതുവരെ മാഷാഅല്ലാ ശരിക്കും പറയാം ഒരാളുടെ ഹോൾഡ് ആയിട്ടില്ല. എല്ലാവർക്കും നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ, ബാങ്ക് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ടോ, അവർക്കൊക്കെ പേയ്മെന്റ് വന്നിട്ടുണ്ട്, എല്ലാ A to Z കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇത് അറിയാത്തവർ പോയിട്ട് എന്റെ ഐ ഡി വെരിഫിക്കേഷൻ ഫയൽഡായി 3 ട്രിപ്പ് ഫയൽഡായ പിന്നെ അത് ഓൺലൈനിൽ ചെയ്യണം. ഓൺലൈനിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആഡ്സൻസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിൽ കിട്ടിയ ഡോളറൊക്കെ പോകും. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ എടുക്കണം, ബിസിനസ് ഒരിക്കലും എടുക്കരുത്. അങ്ങനെ ബിസിനസ് ആയിട്ട് ഒരുപാട് പേരുടെ $175 വന്നിട്ടും ബിസിനസ്സിൽ കടന്നിട്ട് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ എന്താണ് അവിടെ നോക്കണം, ഇൻഡിവിജ്വൽ അല്ല ബിസിനസ് ആയിരുന്നു അവരുടെ ആഡ്സൻസ്. അപ്പൊ അത് മൊത്തം പോയി, അത്രയും ഡോളർ പോയി പുതിയൊരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ അവർ ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുണ്ട്. നമുക്കൊരു ചെറിയ ഫീസ് തരണ്ടേന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമുക്കൊരു ചെറിയ ഫീസ് തരണ്ടേ, അതിനും കാട്ടി നല്ല ഞാൻ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യും. ചെയ്യാൻ അറിയണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ചെയ്തോളൂ. അബദ്ധത്തിൽ പോയിട്ട് ഇപ്പൊ $100 തേഞ്ഞു, ഏകദേശം 8000 മേലെ 8500 മേലെ പൈസ വരുന്നതാണ്. നമുക്കൊരു ഫീസ് തരണ്ടേന്ന് കരുതി അവർ പോയിട്ട് ആ കുടുക്കിൽ വീണിട്ട് അത് ഒന്നുമില്ലാത്ത അവസ്ഥ, അവർക്ക് പൈസയും കിട്ടുന്നില്ല, ആ ഒരു 8500 കിട്ടുന്നില്ല. എനിക്ക് ഫീസ് തന്നാൽ ഞാൻ ടോട്ടലായിട്ട് ചെയ്തു കൊടുക്കും. അപ്പൊ അതെന്താണെന്നറിയോ, ആ പൈസ അവർക്ക് ആ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന യൂട്യൂബിന്റെ വരുമാനവും പോയി, പുതിയൊരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട അവസ്ഥയും വന്നു. ലാസ്റ്റ് എൻ്റെ അടുത്ത് തന്നെ അവരുടെ കയ്യിൽ കാശില്ലാണ്ട് വന്നിട്ട് എന്റെ ഇങ്ങനെ ആഡ്സൻസ് ഒക്കെ പോയി ബ്ലോക്ക് ആയി പോയി, എന്റെ എങ്ങനെയാണെന്ന് അറിയില്ല, ഐ ഡി വെരിഫിക്കേഷൻ 3 ട്രിപ്പ് ഫൈൽഡായി, ഇപ്പൊ ആഡ്സൻസ് ഓപ്പൺ ആവുന്നില്ല, അത് ഇനി തുടങ്ങാൻ പറ്റില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഒട്ടനവധി കേസസ് വരാറുണ്ട്. അപ്പൊ തുടക്കത്തിലേ ഇത് നമ്മളുടെ ഏൽപ്പിച്ചാൽ എന്താണ്, A to Z കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആക്കി കൊടുത്ത് അത് അവർക്ക് യാതൊരു ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അറിയുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അറിയാത്തവരോട് നമ്മൾ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് അടക്കം അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊന്നും പോയി നോക്കത്തൊന്നുമില്ല. അത് പോയി ചെയ്തിട്ട് അതിൽ അബദ്ധത്തിൽ പെടുന്നവരും ഉണ്ട്. കാരണം അവർ വേറെ അതിലേക്കോ ക്ലിക്ക് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ എനിക്ക് അറിയാം, ഇനിയൊന്നും വീഡിയോ നോക്കണ്ട എന്ന് കരുതി അവർ സ്വയം ചെയ്യുന്നവരുണ്ട്, കുട്ടികളെ ഏൽപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. ആളുകൾ എല്ലാം ഒരേപോലെയല്ല. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 00 എന്നുള്ളവിടെ $10 വന്ന് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുക. ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് ആയതിന്റെ അവിടെ നിന്ന് 4 ആഴ്ചന്റെ ഉള്ളിൽ നമുക്ക് പിൻ ലെറ്റർ വരും. പിൻ ലെറ്റർ വന്നില്ല എന്നുണ്ടെങ്കിൽ റീസെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ അതിന്റെ താഴെ തന്നെയുണ്ട്. നിങ്ങൾ റീസെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് 4 ആഴ്ചന്റെ ഉള്ളിൽ വന്നില്ലെങ്കിൽ വീണ്ടും റീസെൻഡ് ചെയ്യുക. അങ്ങനെ 3 ട്രിപ്പിന്റെ ഉള്ളിൽ പിൻ ലെറ്റർ വന്നില്ലെങ്കിൽ പിന്നെ ഓൺലൈൻ ട്രിപ്പിൾ ഷൂട്ടർ, ഓൺലൈനിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനിലൂടെ അപ്പം തന്നെ നമുക്ക് ഐ ഡി ഒക്കെ കൊടുത്ത് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. എന്നതിന് ശേഷം ആ ഒരു പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയം നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാൻ സ്വിഫ്റ്റ് കോഡ് ബാങ്കിൽ തന്നെ പോയി ചോദിക്കുക കേട്ടോ. ഓൺലൈനിലേക്ക് നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടും, പക്ഷെ അത് കൺഫേം ചെയ്യേണ്ട, നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചാൽ. കാരണം ഈ സ്വിഫ്റ്റ് കോഡ് എന്താണെന്ന് അറിയോ, വിദേശ നാണ്യം ഇന്ത്യൻ പണമായിട്ട് നമ്മുടെ ബാങ്കിലെ പണമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കോഡാണ്, അതായത് സ്വിഫ്റ്റ് കോഡ്. ഓക്കെ, അപ്പൊ ആ കോഡ് എന്താണ്, നമ്മൾ ബാങ്കിൽ നിന്ന് തന്നെ വാങ്ങി ചോദിക്കുക, ബാങ്കിൽ ചോദിച്ചിട്ട് തന്നെ കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഡിലേ ആവരുത്. അതായത് ഇതൊക്കെ ബാങ്കിൽ പോകണ്ടേ, ഇത്രയും നമ്മൾ പറയില്ലേ, വൈകുന്നേരം വരെ വെള്ളം കോരി വൈകിട്ട് കുടമടച്ചു, അങ്ങനെയുള്ള സ്ഥിതി വരരുത്. കാരണം പേയ്മെന്റ് കിട്ടുന്ന ഒരു സമയം, പേയ്മെന്റ് കിട്ടാനുള്ള ലാസ്റ്റത്തെ സ്റ്റേജാണ് ഈ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുന്നത്. അതിലേ നമ്മൾ പേയ്മെന്റ് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ സ്വിഫ്റ്റ് കോഡ് ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് അതിൽ 2 അക്ഷരം ബാക്കിൽ വരുന്നത് ഇല്ല, ഞാൻ അങ്ങനെ കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞ് ബാങ്കിൽ പോയി ചോദിച്ചാൽ അവർ തരും. സ്വിഫ്റ്റ് കോഡ് യൂട്യൂബിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ ഒരു മടിയില്ലാണ്ട് ബാങ്കുകാർ തരും. അതിലൊന്നും സ്വിഫ്റ്റ് കോഡ് തരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബുക്ക് ഉണ്ടല്ലോ, അതിലുണ്ട്. IFSC നമ്പർ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, പേര്, ബാങ്ക് പേര്, ഇതെല്ലാം കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ ഓക്കെ ആക്കാം. ബാങ്ക് ഡീറ്റെയിൽ ഓക്കെ ആക്കി കഴിഞ്ഞാൽ അത് ടിക്ക് മാർക്ക്, അതിൽ പ്രൈമറി എന്നുള്ള ഏറ്റവും താഴെയുണ്ട്, അത് ടിക്ക് മാർക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. അപ്പൊ ആ അക്കൗണ്ടിലോട്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പണം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒരു 00 കാണിക്കുന്ന അവിടെ $100 തേഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽ നിങ്ങൾ സ്വിഫ്റ്റ് കോഡ് എല്ലാം ഓക്കെ ആയി കൊടുത്തിട്ടുണ്ട് വെച്ചാൽ 21 to 27 ഉള്ളിൽ അതാത് മാസം, അതായത് ഈ ജനുവരി എന്നുള്ള മാസം നിങ്ങൾക്ക് $100 തേഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ 21 to 27 ഉള്ളിൽ, അങ്ങനെയാണ് കേട്ടോ ഒരു മാസത്തെ ഏണിങ്സ്. അതിന്റെ അടുത്ത മാസം 21 to 27 ഉള്ളിലാണ് നിങ്ങൾക്ക്
ബാങ്കിലോട്ട് ലഭിക്കുക. ഇപ്പൊ തുടക്കത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഹോൾഡ് ആവാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും 21 to 15 ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. 21 to 15 ദിവസം. ചില ഈ ബിസിനസ് ഡേയിലാണ് നമുക്ക് ഇതിൽ പേയ്മെന്റ് വരുള്ളൂ. ചില ഹോളിഡേ, എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഒഴിവുകൾ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും പേയ്മെന്റ് ലഭിക്കില്ല. അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ പുതുതായിട്ടുള്ളവർക്ക് ചിലപ്പോൾ പേയ്മെന്റ് ലഭിച്ചില്ല, അവർക്ക് ടെൻഷൻ ആവുകയൊന്നും വേണ്ട. 21 എന്നുള്ള ആ ഡേറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 15 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പേയ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും തിരിച്ച് കിട്ടും. ഓക്കെ, ഈ ഒരു ആഡ്സൻസിന്റെ പേയ്മെന്റ് ഒന്നും ഒരിക്കലും കിട്ടാതെ പോയിട്ടില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഹോൾഡ് ആവില്ല, നിങ്ങൾക്ക് കിട്ടും. ഹോൾഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അവരെല്ലാം കറക്റ്റായി പറഞ്ഞു തരും. അതാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. ലൈവായിട്ട് ചാറ്റ് ചെയ്ത് നമുക്ക് ലൈവായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് അവരോട് നമുക്ക് ആൻസർ ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും, എനിക്ക് ഇതുവരെ എൻ്റെ യൂട്യൂബ് ഫാമിലിയുടെ ഒരുപാട് പ്രോബ്ലങ്ങൾ ഞാൻ ഇത്തരത്തിൽ തന്നെ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ടൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിന്റെ വർക്കുകൾ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. കാരണം എനിക്ക് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അവരോട് നമ്മൾ പ്രോബ്ലം പറഞ്ഞാൽ അവർ നമ്മുടെ പ്രോബ്ലം പോലെ കണക്കാക്കി പെട്ടെന്ന് അവർ ആൻസർ തരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പേയ്മെന്റ് 21 to 27 ഉള്ളിലാണ് നമുക്ക് വരിക. ഓക്കെ, ഈ പേയ്മെന്റ് ലഭിച്ചാൽ അത് ഓട്ടോമാറ്റിക് തന്നെ ആഡ്സ് നമ്മുടെ ബാങ്കിലോട്ട് കയറുന്നതായിരിക്കും. അതിൽ ചെറിയൊരു കളക്ഷൻ ചാർജ് അതായത് ബാങ്കുകൾ എടുക്കാറുണ്ട് കേട്ടോ. 100 ചില്ലറ എന്തോ രൂപയൊക്കെ, 95 രൂപ അങ്ങനെ എന്തോ, അതായത് ബാങ്കുകളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ചെറിയ കളക്ഷൻ ചാർജ് എടുക്കാറുണ്ട്. ബാക്കി പൈസ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അത് നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക, മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക, പേയ്മെന്റ് ലഭിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെന്റ് ലഭിക്കും. പിന്നെ ഒന്നും ചെയ്യേണ്ട, കാരണം ടാക്സ് ഇൻഫർമേഷൻ, ID വെരിഫിക്കേഷൻ, പിൻ നമ്പർ വെരിഫിക്കേഷൻ, ബാങ്ക് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. പിന്നെ പലർക്കുള്ള ഒരു ഡൗട്ട് ഉണ്ട്, ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ടാക്സ് ആണോ? ഇന്ത്യൻ ടാക്സ് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലോട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ടാക്സ് പിടിച്ചിട്ടാണ്. ഇന്ത്യൻ ടാക്സ് പിടിച്ചിട്ടല്ല, അത് US ടാക്സ് ആണ്. അങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കാറുണ്ട്. US ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വ്യൂ ട്രാൻസാക്ഷൻ, ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റാത്ത ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്. ഇത് ആഡ്സൻസുമായി ബന്ധപ്പെട്ട് ഏണിങ്സും കാര്യങ്ങളൊന്നും ഫുള്ളായി ഡീറ്റെയിൽ ആയി കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കാണിക്കാൻ പാടില്ല പറഞ്ഞ നിയമം. അത് യൂട്യൂബ് ഒന്നും എവിടെയും പറയണമൊന്നുമില്ല, പക്ഷെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചാനൽ ഇങ്ങനെ ബാൻ ചെയ്തു പോകുന്നു, യൂട്യൂബ് തന്നെ ആക്സസ് കൊടുക്കാണ്ടാക്കുന്നു, നിങ്ങൾ യൂട്യൂബിന്റെ വരുമാനം വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറെ പ്രോബ്ലങ്ങൾ പഴയ യൂട്യൂബേഴ്സിനൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ജനുവരി 21, 2024 ഈ മാസത്തെ തന്നെ വരുമാനമാണ് എനിക്ക് വരുന്നത്. അപ്പൊ ഈ വരുമാനം വരുന്നതിൽ ഇവിടെ US ടാക്സ് പിടിച്ചിട്ടുണ്ട് 49 പൈസ എന്നുള്ള രീതിക്ക്. ഓക്കെ, $1 ആയിട്ടില്ല, 49 പൈസ. പലവർക്കും $5 ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് US നിന്നുള്ള വ്യൂസിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കുന്ന ടാക്സ് ആണ്, അല്ലാണ്ട് നമ്മുടെ ഇന്ത്യൻ ടാക്സ് പിടിക്കുന്ന അതല്ല കേട്ടോ. ഇന്ത്യൻ ടാക്സ് അത് വേറെ തന്നെ നമുക്ക് കെട്ടണം. നമുക്ക് വാർഷിക വരുമാനം എത്ര ലക്ഷം ഉണ്ടോ അതിന്റെ ടാക്സ് നമുക്ക് കെട്ടണം. അത് വേറെ, ഇത് വേറെയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യൻ ടാക്സ് പിടിച്ചിട്ടാണ് ഈ പൈസ വരുന്നത് എന്നുള്ള ടെൻഷൻ ആരും ചിന്തിക്കേണ്ട. അത് US നിന്നുള്ള വ്യൂസിന്റെ അടിസ്ഥാനത്തിൽ US തന്നെ ഈ ഒരു പൈസ പിടിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ബാക്കിയുള്ള ഡോളർ നമുക്ക് തരുന്നത്. അതാണ് വിത്ത് ഹോൾഡിംഗ് റേറ്റ്. ഇതെല്ലാം നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതും കൂടി അറിഞ്ഞിരിക്കണം. അങ്ങനെ A to Z കാര്യം ആഡ്സൻസ് ഓപ്പൺ ആക്കേണ്ടത് എങ്ങനെയാണ്, ആഡ്സൻസിൻ്റെതായിട്ടുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇതിലൊരു ഡൗട്ടും വരില്ല, കാരണം നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നിങ്ങളെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നതെല്ലാം. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താണ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ ആഡ്സൻസ് എന്താണ്, യൂട്യൂബ് എന്താണ്, ഇതിലുള്ള സെറ്റിംഗ്സ് എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം വരുമ്പോൾ അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ടെൻഷൻ ആവാതെ. ഒരുപാട് പേര് എന്താ ചെയ്യുക, പെട്ടെന്ന് ടെൻഷൻ, കാരണം സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും ടെൻഷൻ ആവും. അത് സ്വാഭാവികമാണ്. കാരണം ഇത്രയും നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് നല്ല പൊന്നുപോലെ നോക്കുന്ന ചാനൽ, ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് നടുങ്ങും, കൈയും കാലൊക്കെ വിറയ്ക്കും. കാരണം അങ്ങനെ ഒരുപാട് കേസസ് നമുക്ക് വരാറുണ്ട്. എനിക്ക് കൈകാലം ഓടുന്നില്ല, മോണിറ്റൈസേഷൻ ആയിട്ട് 1000 സബ് 4000 വാച്ച് അവർ ആയിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല, കൈകാലം വിറച്ചിട്ട്. എന്താണ് ആ സന്തോഷം, കൈകാലം വിറക്കലാണ്, സന്തോഷമായിട്ട് തുള്ളിച്ചാടുകയാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, എങ്ങനെയെങ്കിലും ചെയ്തു തരും, ഫീസ് തരാം, അങ്ങനെയൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. കാരണം എന്താ പറയുക, ആ സ്റ്റേജിൽ എത്തുന്നവർക്കേ അതിന്റെ ആ ഒരു സന്തോഷം വെപ്രാളം അറിയുള്ളൂ. ആ സ്റ്റേജിൽ എത്തണം, ആ ഒരു കടമ്പയിൽ എത്തും. ഫസ്റ്റ് പേയ്മെന്റ് ലഭിക്കുമ്പോൾ തുള്ളിച്ചാടുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജിൽ എത്തുമ്പോൾ ഏതൊരു വ്യക്തിയും നമ്മുടെ സ്വന്തം കഴിവ് പ്രകടിപ്പിച്ചിട്ട് അതിൽ നിന്നൊരു വരുമാനം ലഭിക്കുമ്പോൾ അതിന്റെ ഒരു ആഹ്ലാദം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്.
അത് അനുഭവിക്കുന്നവർക്ക്, അത് കിട്ടിയവർക്ക് ആ ഒരു അനുഭവം എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. അപ്പൊ കിട്ടാനുള്ളവർ ഇനിയും ഉണ്ട്, നമ്മുടെ ബിഗിനറായിട്ട് വരുന്ന ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ, അവർക്കൊക്കെ ചാനൽ മോണിറ്റൈസ് ആയി ഇതുപോലെ നല്ല രീതിയിൽ വരുമാനം ലഭിക്കട്ടെ എന്ന് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കാരണം യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ പറ്റും. വിജയിക്കണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം. ഒരിക്കൽ ചിലപ്പോൾ വ്യൂസ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ചങ്ങോട്ട് പോകുകയല്ല. വ്യൂസ് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി കമ്പനിയിലെ ടൈറ്റിലൊക്കെ മാറ്റി വീഡിയോ കണ്ടന്റിലൊക്കെ ചേഞ്ചസ് വരുത്തി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മാറിപ്പോകും. കാരണം ആഡ്സെൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുക, അതിൽ പൈസ വരുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ ആഡ്സെൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടി ആ ഒരു നോളേജ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.